ഉത്തര കൊലക്കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് പോലീസ്. അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന് എഴുതി ചേർത്താണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, എന്താണ് സംഭവം? ആതിര, 2021 ഒക്ടോബർ 13 കോടതി ഉത്തര കേസുമായി ബന്ധപ്പെട്ട് 17 വർഷം പ്രതിയായിട്ടുള്ള സൂരജിന് ഈ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് സൂരജിന് ഈ പരോൾ അപേക്ഷ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ആ പരോൾ അപേക്ഷയൊക്കെ തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ അടുത്തായിട്ട് വീണ്ടും ഒരു പരോളിന് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷയിൽ അച്ഛന് ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ അപേക്ഷ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. സൂരജിന്റെ അമ്മയാണത് സെൻട്രൽ ജയിലിൽ ഇത്തരത്തിലൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഈ ജയിൽ അധികൃതർ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ഈ സൂപ്രണ്ടിന് ലഭിച്ച ഈ സർട്ടിഫിക്കറ്റ് ഈ ഡോക്ടർ തന്നെയാണ് നൽകിയെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് താൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ജയിൽ അധികൃതരോട് ഈ ഡോക്ടർ തുറന്നു പറയുന്നത്. അങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് ജയിലിൽ ഹാജരാക്കിയിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് വ്യാജരേഖയാണെന്ന് ജയിൽ അധികൃതർ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ജയിൽ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വ്യാജരേഖ ചമച്ച് ജയിൽ അധികൃതരെ ഇത്തരത്തിൽ പരോളിന് വേണ്ടിയിട്ട് വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം ആരാണ് എഴുതി ചേർത്തത്? ഇതിൽ സൂരജിന് അമ്മയ്ക്ക് പങ്കുണ്ടോ? ഈ അമ്മയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പരോൾ സംഘടിപ്പിച്ച് നൽകാൻ വ്യാജരേഖ ചമയ്ക്കുന്ന ഏതെങ്കിലും സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ജയിലിനുള്ളിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി പോലീസ് അന്വേഷണ വിധേയമാക്കും. ആതിര. ശരി, അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്.